എടീ, എൻ്റെ വീട്ടുകാരെ പറ്റി എന്നാ നിൻ്റെ അഭിപ്രായം? അമ്മ പാവാണ്, എപ്പോഴും പ്രാർത്ഥനയും എപ്പോഴും വിളിക്കുകയും ഒക്കെ ചെയ്യും. ചേച്ചി അയ്യോ ഒരു രക്ഷയില്ല, ഭയങ്കര സ്നേഹമാണ്, എപ്പോഴും വിളിയും, ഞാൻ എവിടെയാണ് എന്ത് ചെയ്യുന്നു. പക്ഷെ അനിയത്തി ഉണ്ടല്ലോ, അവൾ എന്നോട് അത്ര അടുക്കുന്നില്ല. കുഴപ്പമില്ല, അത് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടേ സെറ്റാക്കിക്കോളാം. അല്ലേ, തോന്നിയില്ല നിനക്കും? നമുക്കങ്ങ് രജിസ്റ്റർ ചെയ്താലോ? അന്നിപ്പോൾ കല്യാണം കഴിക്കുന്നേ? എടി, എന്താണേലും നിനക്ക് IELTS കിട്ടും. ഈ IELTS കിട്ടി നീ അവിടെ പോയി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നമ്മുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി നൂലാമാലകളാണ്. അത് ഈ IELTS ഒക്കെ ഒന്ന് കിട്ടട്ടെ, എല്ലാം ആ ഒരു മുറയ്ക്ക് അങ്ങ് നടന്നാൽ മതി. അപ്പോൾ IELTS കിട്ടത്തില്ലേ? കിട്ടും, എന്നാലും ഒരു ടെൻഷൻ. മേരിച്ചെടുത്തി എന്നാ പരിപാടിയൊക്കെയാ? ഞാൻ ഇതൊക്കെ ഓരോന്നൊക്കെ ചെയ്യുമായിരുന്നു. ഇവിടുത്തെ ആ ജേക്കപ്പ് ഒരു പെണ്ണുമായിട്ട് ആ കവലെ കൂടെ ഇങ്ങനെ ഇരുന്ന് പോകുന്ന കണ്ടല്ലോ. അതിനൊന്നുമില്ല, കണ്ടപ്പോ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ആ പെങ്കൊച്ചി ഈ വീട്ടിലോട്ട് വന്നു കയറാനുള്ളതാണെന്ന് സൂസമ്മയ്ക്ക് അറിയാലോ, പിന്നെ എന്നാത്തിന് ഈ അർത്ഥം വെച്ചോണ്ടുള്ള ചോദ്യം? അല്ല, എന്റെ അനിയനും അവന്റെ ഗേൾ ഫ്രണ്ടും കൂടെ കറങ്ങാൻ പോകുന്നതിന് ഇവിടെ ആർക്കാ ഇത്ര വലിയ വിഷമം? ഉണ്ടായിരുന്നു. അങ്ങനെ നന്നാവൂന്ന് കാണുമ്പോഴത്തേക്കിന് ആൾക്കാർക്കെല്ലാം അങ്ങ് കണ്ണ് കടിയാ. നീ ഇതും പറഞ്ഞിങ്ങോട്ടേക്ക് വന്നേ കേട്ടോ. നീ ഇതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട, അകത്തും പുറത്തും എല്ലാത്തിനും ഈ കണ്ണുകടിയാ. ഞാൻ എന്തായാലും സൗമ്യനെ ഒന്ന് വിളിക്കട്ടെ. എടാ സൗമ്യേ, എവിടെയാ? ജേക്ക് കൂടെ ഉണ്ടോ? അതെ, നിങ്ങൾ കാരിത്താസിന്റെ വാതിൽക്കൽ കൂടി പോകുന്നതേ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഒന്ന് കണ്ടായിരുന്നു. ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഹെൽമെറ്റ് ഒക്കെ വെച്ചോണ്ട് ഒന്ന് പോകുന്നേ, അമ്മ പറഞ്ഞായിരുന്നു. എന്നാൽ ഞാൻ അമ്മയുടെ കൊടുക്കാം. ഹലോ മോളെ സൗമ്യേ, നീയാണോ? എടാ, ആ IELTS പഠിക്കുന്ന പെങ്കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടന്നാൽ എന്നതാടാ? എക്സാം എഴുതണ്ടേ ആ കൊച്ചിന്? ഇനി നിങ്ങൾക്ക് വല്ല UK അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കറങ്ങി നടക്കാലോ. അതിനെ പറഞ്ഞ് വീട്ടിൽ വിടും. കർത്താവേ, ഇനി എന്തൊക്കെ കാണണം. എടി, നിന്നെ ഇന്നലെ ജേക്കപ്പാണോടി ബൈക്കിൽ കൊണ്ടുപോയിട്ടത്? അതെ, ഇന്നലെ അവന് സമയമില്ലായിരുന്നു ഇവിടെ കയറാൻ. അവനിപ്പോൾ ഇവിടെ കയറണമെന്ന് ആര് പറഞ്ഞു? എന്തിൻ്റെ ആവശ്യം തന്നെ ഇരിക്കുന്നത്? കഴുത്ത് മിനി കയറാതെ ഒരു ബന്ധത്തിനും ഒരു ഉറപ്പുമില്ല, ചുമ്മാ. ഇടി, നാഴേക്ക് 40 കേട്ടോ. അവൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ എന്നെ വിളിക്കുന്നുണ്ട്. എന്നെ ഇതുവരെ ഒരു പ്രാവശ്യം പോലും അവർ വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കുടുംബത്തിൽ പറഞ്ഞവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് നൂറ്റാണ്ട് കഴിയും? ഹലോ, സൗമ്യേ, ഇറങ്ങിയോ? ഇറങ്ങി. കൊച്ചെല്ലാം പഠിച്ചോ നന്നായിട്ട്? കുഴപ്പമില്ല, എല്ലാം ഒന്ന് പഠിച്ചു നോക്കിയിട്ടുണ്ട്. എന്നാലേ നമുക്കൊന്ന് പ്രാർത്ഥിച്ചേക്കാം. അമ്മ ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആകാശവും ഭൂമിയും നിറയ്ക്കപ്പെടാൻ വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവാ. നാലാമത് എഴുതിയിട്ടും കിട്ടിയില്ല, ക്ലബിംഗ് സ്കോർ പോലും ഇല്ല. മെഴുകുതിരി കത്തിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ ഇപ്പം എന്തോ ചെയ്യും? വേറെ കല്യാണാലോചന നോക്കിയാലോടാ. അമ്മേ, നമുക്ക് 2 ചാൻസ് കൂടെ കൊടുത്തു നോക്കാം. അതാണ് അതിന്റെ ശരി. നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? വെറുതെ ആ ചേച്ചിയുടെ ജീവിതം കൂടി കളയാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തിനാടോ പ്രേമിക്കുന്നത്? IELTS കണ്ടിട്ടോ? നിർത്തണേ അവിടുന്ന്. അവള് വീടിന് പുറത്തിറങ്ങത്തില്ല, എന്നിട്ട് വലിയ ബുദ്ധിജീവികളെ പോലെ അങ്ങ് സംസാരിച്ചോളൂ എല്ലാം കണ്ട്. ഞാൻ എന്താ പുറത്തിറങ്ങാത്തതെന്നറിയോ? എനിക്ക് എന്തുകൊണ്ട് ഫ്രണ്ട്സ് ഇല്ലാത്തതെന്നറിയോ? എന്നാടി, നിനക്ക് പ്രേമം വല്ലതും ഉണ്ടോ? ഉണ്ടതിന്റെ മുട്ടുകാല് തല്ലി ഓടിക്കും ഞങ്ങള്. അതൊന്നും അല്ല. കോഴി ജേക്കബിന്റെ പെങ്ങളാന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്സ് എൻ്റെ അടുത്തേക്ക് വരത്തില്ല. അമ്മേ, ഇത് കേട്ടോ? കേട്ട്. എന്നാ മോളെ, കിട്ടിയോ? അമ്മേ,
UK ഒരു പെങ്കൊച്ച് RC ആണ്. എൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. കൊച്ചിന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോടാ? എന്താ ഫോൺ എടുക്കാത്തേ? നീ എന്നാടി ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ആരെയും ഈ ഫോൺ ചെയ്യുന്നത്? ജേക്കബ് ഫോൺ വിളിച്ചപ്പോൾ എടുക്കുന്നില്ല. എടുത്തു കഴിഞ്ഞാൽ തിരക്കാന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളയുവോ? നിന്നിൽ ഔഷധ ഗുണം ഇല്ലെന്ന് അവന് മനസ്സിലായി. അതാ. ഹലോ ജേക്കു ആണ്. ഒരു മിനിറ്റ്, ഞാൻ അമ്മയുടെ ചേച്ചിനെ കൊടുക്കാം. ഹലോ മോളെ. നല്ല ഒരു നാത്തൂൻ വന്നിരുന്നെങ്കിൽ അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കായിരുന്നു. ജേക്കബ് മാത്യുവിൻ്റെ വീടല്ലേ? ഞാനേ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനാണ്. അയാളുണ്ടോ ഇവിടെ? ഉണ്ട്, എൻ്റെ മോനാ. എന്നാ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജേക്കബിനൊരു ദിയ തോമസിനെ അറിയോ? UK അറിയാം സാറേ, ഞങ്ങൾ എല്ലാ ദിവസവും മെസ്സേജ് അയക്കാനും വിളിക്കാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ആൾ എവിടെ ഉണ്ടെന്ന് അറിയാമോ? 2 ദിവസമായിട്ട് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല സാറേ. ഇപ്പോൾ അവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അവനോ? അമ്മ, ഇത് അതൊന്നും അല്ല. പെണ്ണ് സർജറി ചെയ്ത ആണായതാ. ChatGPT Q. നിർത്താവോ? പെണ്ണാണെന്ന് പറഞ്ഞ് ഇവനോട് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് ഒരു ആണാണ്. അവനെ ഞങ്ങൾ 2 ദിവസം മുമ്പ് ബുക്ക് ചെയ്യും. നിങ്ങളുടെ പൈസ ഒന്നും പോയിട്ടില്ലല്ലോ അല്ലേ? പൈസയൊന്നും പോയിട്ടില്ല സാറേ. 4 പോയിന്റ് ഒരു മാലയും 2 വളയും ഒരു മോതിരവും. ജേക്കബേ, അമ്മ എന്നെ ഓർക്കുന്നുണ്ടോ? ആ ചേച്ചി, എല്ലാവർക്കും ഓർമ്മയുണ്ട്. ചമ്മല് കാരണം മിണ്ടാത്തയാ. ഞാനേതായാലും വീട്ടിലോട്ട് വരാതിരിക്കുമായിരുന്നു. എൻ്റെ കല്യാണം ഉറപ്പിച്ചു. IELTS കിട്ടിയോ? ഇല്ല ചേച്ചി, ഇപ്പം IELTS ഒന്നും ഞാൻ നോക്കുന്നില്ല. അതൊക്കെ ഞാൻ വിട്ടു. അല്ലെങ്കിൽ മക്കളെ, ഈ വെളിയിൽ പോകുന്നതിനേക്കാളും നല്ല ഈ നാട്ടിൽ തന്നെ സമാധാനത്തിൽ ജീവിക്കുന്ന. ഇവനും ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ വെളിയിലാണ്. സൗദിയിലാണോ? അല്ല, അമേരിക്കയിലാ. സൂപ്പർ ചേച്ചി, അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. ജേക്കബ് മാത്യുവിൻ്റെ വീടല്ലേ? ഞാനേ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനാണ്. സോറി. ഇപ്പോൾ ആൾ എവിടെ ഉണ്ടെന്ന് അറിയോ? ഇപ്പോൾ ആൾ എവിടെ ഉണ്ടെന്ന് അറിയാവോ? ഇപ്പോൾ ആൾ എവിടെ ഉണ്ടെന്ന് അറിയാവോ? ഞാൻ ഈ സാധനം കൂരട്ടെ. എന്നാ ചോദിക്കണ്ടേ? ഒന്ന് നിർത്താവോ? പെണ്ണാണെന്ന് ആണാണെന്ന് പറഞ്ഞിട്ട് ഇവനോട് പറ. അമ്മ, ഇത് അതൊന്നും അല്ല. പെണ്ണ് സർജറി ചെയ്ത് ഏതാ പാടണ്ടേ? എനിക്ക് ചിരി വരുന്നത്. ഒരു മിനിറ്റ്. ആണോ? വന്ദനമേ ശുഭര നീന. അയ്യോ, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ചിരി വരുന്നു. ഇല്ല, അതുകൂടെ എടുക്കാം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.